കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഇസ്രായേലെ കേൾക്കുക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽക്കുവാൻ അടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളോടുകൂടെ പോരുന്നു എന്നവരോട് പറയണം. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. പഴയ നിയമത്തിനകത്ത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ യുദ്ധം വരുമ്പോൾ ആ യുദ്ധത്തിനൊരു നിയമം ദൈവം വെച്ചിരുന്നു. മനുഷ്യതന്ത്രമല്ല, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായി ദൈവത്തിൻ്റെ ഒരു നിയമം അതിനകത്തുണ്ടായിരുന്നു. ആ യുദ്ധ നിയമങ്ങളിൽ ദൈവം എന്തൊക്കെയാണ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് എന്നുള്ളതാണ് ഈ ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദ്യത്തെ വാക്യം നിങ്ങളൊന്ന് ചിന്തിച്ച്, നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട കുതിരകളെയും രഥങ്ങളെയും നിന്നിലധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. അപ്പം നമ്മളെക്കാൾ ബലവാന്മാരാണ് ശത്രുക്കൾ, അല്ലേ? ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്കെതിരെ നിൽക്കുന്ന, ഇല്ലെങ്കിൽ നമുക്ക് അഭിമുഖമായി നിൽക്കുന്ന മണ്ഡലങ്ങൾ പലതും നമ്മളെക്കാൾ ബലമല്ലേ, നമ്മളെക്കാൾ ശക്തിയല്ലേ, നമ്മളെക്കാൾ കഴിവുള്ളതല്ലേ? എന്നാൽ സ്തോത്രം, അതിൻ്റെ നടുവിൽ നിന്ന് ദൈവം നമുക്ക് ജയം നൽകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ശത്രുവിനെ കണ്ട് ഭയപ്പെടാൻ വേണ്ടി പാടില്ല. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഏത് പ്രതിസന്ധിയെയും, ഏത് പരാജയത്തെയും, ഏത് കഷ്ടതയെയും അതിജീവിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ മെലീത്തയുടെ ദ്വീപിൽ പൗലൂസിനെ കൈക്ക് പിടിച്ച പാമ്പ് അവൻ്റെ കൈക്ക് കടിച്ചു തൂങ്ങുകയായിരുന്നു. അതിനെ പക്ഷെ തീയിൽ കുടഞ്ഞു കളഞ്ഞ ഒരു ദൈവശക്തി പൗലൂസിൻ്റെ മേൽ വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടവന്നു. 2 കൊരിന്ത്യലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ബലഹീനതകളിലേക്ക് പോയ പൗലൂസ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു, അല്ലേ? പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് തള്ളപ്പെടുന്ന യോഹന്നാൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുകയും സ്തോത്രം, സ്വർഗത്തിൻ്റെ വാതിലുകൾ, സ്വർഗീയ വെളിപ്പാടുകൾ യോഹന്നാൻ്റെ മുമ്പ് വെളിപ്പെട്ടു വരികയും ചെയ്തത് നമ്മൾ വായിക്കുന്നുണ്ട്. കരീത്തത്തോടിനരികെ ഒറ്റയ്ക്ക് കിടന്ന് എലിയാവിൻ്റെ അടുക്കിൽ ഇറങ്ങി വന്നൊരു ദൈവമുണ്ട്. ഇനി എനിക്ക് ജീവിക്കാൻ മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച് ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങിപ്പോയ എലിയാവിൻ്റെ അടുക്കൽ ദൂതനിറങ്ങി വന്ന് അപ്പവും വെള്ളവും കൊടുത്ത് ബലപ്പെടുത്തി പിന്നെയും നടത്തിയ ഒരു ദൈവമുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് യുദ്ധങ്ങൾ നമുക്കെതിരെ വരാം, നമുക്കെതിരെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരാം. പലരും പറയും, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും നിന്നോട് അടുത്തു വരികയില്ല. ഈ വിധത്തിലുള്ള ശക്തികൾ നമുക്കെതിരെ കയറി വന്നാലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, പ്രിയമുള്ളവരെ, ഭാരപ്പെട്ടു പോകേണ്ട, തളർന്നു പോകേണ്ട, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നമ്മൾ പ്രാപിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ഒരുങ്ങപ്പെട്ടാൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാൻ തക്കവണ്ണം ഇടവരും. പ്രൈസ്. അതാണ് ഇവിടെ നമ്മൾ വായിച്ച് പറയുന്നതിൻ്റെ 3-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചേ. എന്തുവാ പറയുന്നത്? സ്തോത്രം, ഇസ്രായേലിൽ കേൾക്കുക, നിങ്ങൾ ഇന്ന് ശത്രുവിനോട് പടയേൽക്കുന്നു, പടയേൽക്കുവാൻ അടുക്കുന്നു. അതുകൊണ്ട് അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ അടുത്ത വാക്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദൈവം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. എന്തുവാ? നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളോട് പോരുന്നു എന്ന് അവരോട് പറയണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിൽ ആര് നമ്മോടുകൂടെ ഇല്ലെങ്കിലും, ആര് നമ്മോടുകൂടെ ഉണ്ടായിരുന്നാലും ദൈവം നമ്മോടുകൂടെ അനിവാര്യമാണ്. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കാലെടുത്ത് മുന്നോട്ട് വെച്ച നിമിഷം മുതൽ കനാൻ എന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് അവരെത്തിച്ചേരും വരെ അവരോട് കൂടെ ഇരുന്നൊരു കർത്താവ്, അതിനപ്പുറവും സ്തോത്രം, ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തിയ ഒരു ദൈവം. ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, രക്ഷിക്കുവാൻ ദൈവം നമ്മളോട് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട, ധൈര്യപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം ഞങ്ങളെ കരുതിയ, നടത്തിയ, പരിപാലിച്ച, സൂക്ഷിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തിയാട്ട് അനേക ആയിരങ്ങൾക്കത് പ്രയോജനം നൽകണം. മഹത്വവും പുകഴ്ചയും മാനവും എല്ലാം കർത്താവിന്, യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.